പതറണ്ട, എല്ലാവർക്കും എന്തൊരു വാ അറ്റത്ത്. LDF ചുമയോ? നമ്മൾ കാര്യങ്ങൾ വിഷയങ്ങളിൽ നിന്ന് തെന്നി മാറിയോ? അങ്കിൾ ശ്രദ്ധിക്കൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. മരുമാനെ കൊണ്ട് നാക്കുള്ളൂ. വൈറ്റ് ടോക്കിൽ നമ്മൾ ഇന്ന് എന്ത് ചോദിക്കും? കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപക്ഷ നേതാവിനെ പറ്റി നമ്മൾ ചോദിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ പറ്റി ചോദിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ക്യാപ്റ്റനായി തുടർന്നാൽ ഇത്തവണ LDF-ന് ഭരണം കിട്ടുമോ എന്ന് ചോദിക്കാം. നല്ല ചോദ്യം. അപ്പൊ വൈറ്റ് ടോക്ക് ഇവിടെ ആരംഭിക്കുകയാണ്. Follow guys. Let's go. ഇല്ല, ഞാൻ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് തൃപ്തികരമായിട്ട് തോന്നുന്ന ആളുടെ ഭരണം. കേരളം എന്ന് പറഞ്ഞ ചുവന്ന് നിൽക്കണം. അതൊന്നും പക്ഷേ പിണറായി വിജയൻ ക്യാപ്റ്റൻ ആവണ്ട. ശൈല ടീച്ചർ ആവണം എൻ്റെ ഒരു അഭിപ്രായം. പിണറായി വിജയൻ എന്നുള്ളതല്ല, LDF എന്ന് പറഞ്ഞാൽ അതാണ്. അതിനെ ബേസ് ചെയ്താണ് പിണറായി വിജയൻ വരുന്നത്. രാഷ്ട്രീയത്തിനെ കുറിച്ച് വലിയ പിടിപാടില്ല, എന്നാൽ ഈ ഭരണത്തിനോട് വലിയ മതിപ്പില്ല. മറ്റു രാഷ്ട്രീയ ബോധം മലക്കമ്മറയിലെ ഇതില്ല. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ വ്യക്തമായ കാര്യം അങ്ങോട്ട് പറയും. LDF ചുമയോ? ചുമ ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഈ 10 കൊല്ലത്തെ സേവനങ്ങളാണോ ഇങ്ങനെ ഫാനാക്കിയത്? അതെ അതെ. ഇപ്പൊ 10 വയസ്സുള്ള ഒരു പിള്ളേരോട് കറണ്ട് കേട്ട എന്താണെന്നറിയോ? അവർക്കറിയില്ല. ഓ, പവർ കട്ടില്ല. ഒരു മിനിസ്റ്ററെ കുറിച്ച് പോലും നമ്മുടെ സ്റ്റേറ്റിലെ പ്രതിപക്ഷങ്ങൾക്ക് പോലും എതിരായിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല എന്നാണ് വസ്തുത. കേരളത്തിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ നാട്ടിൽ വന്നേക്കണ ഓരോ പുരോഗമനങ്ങൾക്കില്ലേ, അതൊക്കെ തന്നെ കാരണങ്ങള്. ഒരു പുരോഗമനം പറഞ്ഞ അത് പറയാന് LDF-ന് വേറൊരു നേതാവ് വരണം എന്ന് തോന്നിയ ചേട്ടൻ ആരുടെ പേര് പറയും? LDF-ന് വേറെ ഗോവിന്ദ മാഷ്. വലിയ പരാജയമായിരിക്കും. ഭരണം വളരെ മോശമാണ്. അഴിമതി വളരെ കൂടുതൽ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൂർത്താണോ? ദൂർത്താഞ്ച അഴിമതിയുടെ കുത്തരങ്ങാണ്. ഹിറ്റ്ലറിന്റെ സ്വഭാവമാണ്. ഹിറ്റ്ലർ ഒരാളെ ഒറ്റ 2 കഷ്ണം ഒരിക്കലും വരില്ല. വിവരമുള്ളവരും ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒരിക്കലും വരില്ല. പിന്നെയുള്ളത് മരുമാനെ കൊണ്ട് നാക്കുള്ളൂ. മുഹമ്മദ് റിയാസ്. ആളല്ല. നല്ലൊരു ലീഡർഷിപ്പ് ഉള്ള ആളാണ്. 10 വർഷം ഭരിച്ചോണ്ടാണോ? അല്ലെങ്കിലും ഒരു കഴിവുണ്ട്. പൊളിറ്റിക്കലി ആളുകളെ അത് കൂടെ ഉള്ളവരെയൊക്കെ കൂടെ കൊണ്ടു നടക്കാനായിട്ടൊരു കഴിവുള്ള ആളാണ്. മടുത്തില്ല? അപ്പം മടുത്തിട്ടില്ല. പനമ്പിള്ളി നഗറിലെ ഒരു കൂട്ടായ്മ അവരുടെ സായാഹ്ന ഭംഗിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബ്യൂട്ടിഫുൾ അല്ലേ? ഈ പൂർണ്ണചന്ദ്രന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പിണറായി വിജയന്റെ ക്യാപ്റ്റൻസിയിൽ LDF ഭരണത്തിലെത്തുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം പറയുന്നത്. ചിലർ പറയുന്നത് ഒരു മാറ്റം അനിവാര്യമാണെന്നാണ്. എന്തായാലും നിയമസഭാ ഇലക്ഷൻ വരൂലേ, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇന്നത്തെ വൈറ്റ് ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. സരിക സജി ആൻഡ് സിയ സുസൻ സർ സൈനിങ് ഓഫ്. ബൈ ബൈ.